ജനുവരി 4 2003 മലയുടെ മുകളിലാണ് പശു താഴത്തോട്ടങ്ങ് ഓടി ഇപ്പോൾ ഇവരെങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു മരത്തിൽ ഇങ്ങനെ തലയിടിച്ച് നിൽക്കുക. പശുവിൻ്റെ കയറ് കഴുത്തിൽ കുടുങ്ങി അങ്ങനെ ശ്വാസം മുട്ടുണ്ടായി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. കുട്ടികൾ ഇത് സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചിരിക്കുന്നു വന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. ചാക്കോച്ചൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ലോക്കൽ പോലീസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കരച്ചിൽ കേട്ടത്, ഇവിടെ ആരുമില്ലേ രക്ഷിക്കണേ. ബാക്കിൽ നിന്ന് റോസിയെ കടന്ന് പിടിക്കുമ്പോഴാണ് റോസിൽ കരയുന്നത്. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ യൂണിഫോമിലല്ല പോവുക, ഞങ്ങൾ മഫ്റ്റിയിലാണ് ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോവുക. സാർ, തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങരയിൽ റോസിലി എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ട നിലയിൽ റബ്ബർ തോട്ടത്തിൽ ഒരു കഴുത്തിൽ കയർ കുടുങ്ങിയ നിലയിൽ കാണപ്പെട്ടതാണ്. അതൊരു പശുവിൻ്റെ പിന്നാലെ ഓടുമ്പോൾ പശുവിൻ്റെ കയർ കഴുത്തിൽ കുടുങ്ങിയാണ് മരണപ്പെട്ടതെന്നായിരുന്നു ആദ്യത്തെ ഒരു നിഗമനം. അത് കുറേ നാൾക്ക് ശേഷമാണ് അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. അതൊരു കൊലപാതകം എന്ന രീതിയിൽ വരുന്നത്. അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും സാറായിരുന്നു. അതെ, ആ കേസ് അന്വേഷിച്ച് ഞാനാണ്. അത് 2013 ഞാൻ എറണാകുളം ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോഴാണ്. ഞാനതിനു മുമ്പ് കളമശ്ശേരി ഇൻസ്പെക്ടറായിരുന്നു. അതിനുശേഷമാണ് എറണാകുളം ക്രൈംബ്രാഞ്ചിൽ 2012 എത്തുന്നത്. അവിടെ ഉള്ള സമയത്താണ് എനിക്ക് ഈ റോസിലി കേസിൻ്റെ അന്വേഷണ ചുമതല എനിക്ക് തരുന്നത്. ശരിക്കും അത് തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നൊരു കേസാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന SP എനിക്ക് ആ കേസ് തരികയായിരുന്നു. ഞങ്ങളുടെ ടീമിനത് തരികയായിരുന്നു ആ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുണ്ട്. നമ്മൾ കൊടകരയിൽ നിന്ന് നേരെ റൈറ്റ് പോകുമ്പോൾ, ഹൈവേയിൽ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് ഈ വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനും. മലയോര മേഖലയാണ്, ഒരുപാട് കർഷകരുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു 2 കൈ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഏറ്റവും അറ്റം 2 കൈ. പിന്നെ അങ്ങ് അറ്റത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മലയാണ്. ഈ മലയുടെ താഴ്വാരത്താണ് ഈ വീട്ടമ്മ, ഈ ഒരു ഗ്രാമം 2 കൈ എന്നുള്ള ഗ്രാമം. അവിടെ പ്ലാന്റേഷൻ ഉണ്ട്, റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്, തേക്ക് പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട്. അവിടെയുള്ള ആൾക്കാർ ഈ മലയോര മേഖലയിൽ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ റോസിലി കുടുംബമായിട്ട് അവിടെ ഈ ഒരു മലയുടെ താഴ്വാരത്താണ് താമസിച്ചിരുന്നത്. റോസിലിക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. ഫ്രാൻസിസ്, മലയൻ ഫ്രാൻസിസ് എന്നാണ് വീട്ടുപേര്. ആൾ ഒന്ന് റെയിൽവേ തൃശ്ശൂർ പോർട്ടറായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2003 ജനുവരി 4 തീയതിയാണ് റോസിലിയെ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. അത് മരിച്ചു കിടന്നത് ഈ മലയുടെ മുകളിൽ ഒരു പ്ലാന്റേഷൻ, തേക്ക് പ്ലാന്റേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ റോസിലി മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. റോസിലി രാവിലെ വീട്ടിൽ നിന്ന് പശുവിനെ പുല്ല് തീറ്റിക്കാൻ വേണ്ടി പോകാറുണ്ട്, എല്ലാ ദിവസവും പോകുന്നതാണ്. അങ്ങനെ പോയി മുകളിലെത്തി പശുവിന് കുറച്ച് സമയം അവിടെ നിന്ന് പുല്ലൊക്കെ കൊടുത്ത്, നീളത്തിൽ കയർ നല്ല നീളത്തിലുണ്ടാവും, കഴുത്തും നല്ല നീളത്തിലുണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് നേരം പശു പുല്ല് നിന്ന് കഴിഞ്ഞാൽ അവിടെ കെട്ടിയിട്ട് തിരിച്ചു വരും. ഇത്ര കയറിന് നീളമുള്ളതുകൊണ്ട് പശു ഇങ്ങനെ ഒരു വലിയ സ്ഥലത്ത് മേയാൻ കഴിയും. എന്നിട്ട് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ പോയി വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് സ്ഥിരം ചെയ്യുന്നതാണ്. റോസിലി അങ്ങനെ സ്ഥിരം ചെയ്യുന്നതാണ്. റോസിലി എന്ന വീട്ടമ്മ വർഷങ്ങളായിട്ട് അവിടെ തന്നെ അവർ താമസിക്കുന്നതാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രയായ ഒരു ലേഡിയാണ്. നാട്ടിൽ നല്ല അഭിപ്രായമുള്ള ഒരു ലേഡിയാണ് ഈ റോസിലി എന്ന് പറയുന്നത്. 45 വയസ്സ്, കൊല്ലപ്പെടുമ്പോഴന്ന് 45 വയസ്സാണ് ഉള്ളത്. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു ദിവസം, ഈ എക്സാക്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ജനുവരി 4 2003 റോസിലി പോകുന്നു. തിരിച്ചു കാണുന്നില്ല റോസിലിയെ. സാധാരണ പോയിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് വരും. അങ്ങനെയാണ്. പക്ഷേ കുട്ടികൾ ഇത് സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചിരിക്കുന്നു വന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. അവിടെയൊക്കെ വിളിച്ചു, കുട്ടികളൊക്കെ നടന്നിട്ട് പശുവിനെയും കാണുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മ പശുവിനെ പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെന്ന് കരുതി. അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു. നാട്ടുകാരൊക്കെ ചേർന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ മലമുകളിൽ ഇങ്ങനെ ബോഡി കാണുന്നത്. അതിലൊരു അസ്വാഭാവികത കണ്ടത്, കഴുത്തിൽ പശുവിൻ്റെ കയറ് കുടുങ്ങിയിരുന്നു. അതുപോലെ തന്നെ തോർത്തുണ്ടായിരുന്നു. വേഷം റോസിലി എപ്പോഴും ഒരു കള്ളിമുണ്ടും ബ്ലൗസും അതുപോലെ ഒരു വെളുത്ത തോർത്ത് ഇങ്ങനെ ഇടുമായിരുന്നു, നെഞ്ചിൽ മറച്ചിട്ടൊരു തോർത്ത്. ആ തോർത്തും കയറും കൂടി ചുറ്റി മുറുകി മറ്റേ തുമ്പത്ത് പശു കുറച്ചൊരു 20 മീറ്റർ മാറി മലയുടെ ഇറക്കത്തിലിങ്ങനെ
കിടക്കുന്നതാണ് പിന്നെ മണിക്കൂറുകൾ നേരം കണ്ടത്. ഇതാണ് ആ കേസ്. അതന്ന് ലോക്കൽ പോലീസ് വന്നു. കേസ് അസ്വാഭാവികമായിട്ടുള്ള മരണത്തിന് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. സ്വാഭാവിക മരണമാണ്. സ്വാഭാവിക മരണത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇൻക്വസ്റ്റും ഒക്കെ കഴിഞ്ഞു. പോലീസ് അന്വേഷണം നടത്തി. പോലീസ് 1-2 വർഷം അന്വേഷണം നടത്തിയിട്ട് അവരത് ഫൈനൽ റിപ്പോർട്ട് ചെയ്തത് പശുവിൻ്റെ കയറ് കഴുത്തിൽ അബദ്ധത്തിൽ കുരുങ്ങി വീണ് മരണപ്പെട്ടു എന്നുള്ള ഒരു പരിസമാപ്തിയാണ് ആ കേസിന് ഉണ്ടായത്. 1-2 വർഷം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പക്ഷേ ഈ ഭർത്താവിന് സംശയം ഉണ്ടായിരുന്നു, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, അവരുടെ പശുവല്ലേ, എത്രയോ കാലമായിട്ട് റോസ്ലി പശുവിനെ തീറ്റാൻ പോകുന്നു, അങ്ങനെ ഒരു കയറ് കഴുത്തിൽ കുടുങ്ങി അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ വല്ല 1% ചാൻസുള്ള. അദ്ദേഹം എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് ഇതിൻ്റെ പുനരന്വേഷണം നടത്തണമെന്നും പറഞ്ഞിട്ട്, അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ട് കൊടുത്തു. മറ്റേ ലോക്കൽ പോലീസാണല്ലോ അന്വേഷണം. വെള്ളിക്കുളങ്ങര പോലീസാണ് ആദ്യം ഇതിൻ്റെ അന്വേഷണം നടത്തിയത്. അങ്ങനെ ലോക്കൽ പോലീസ് അന്വേഷണം മാറ്റിയിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന് പറയുകയും അങ്ങനെ 2005 ഇതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്താനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ അന്ന് 2006 മുതൽ ഈ കേസ് അപ്പോൾ തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ എറണാകുളത്ത് എത്തുകയും എനിക്ക് ഈ പുതുക്കാടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2008 തൊട്ട് 2011 വരെയും ഞാൻ പുതുക്കാട് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ആ പുതുക്കാട് ഇൻസ്പെക്ടറുടെ അണ്ടറിലുള്ള സ്ഥലമാണ് വെള്ളിക്കുളങ്ങര. അപ്പോൾ എനിക്ക് ആ ഏരിയ ഈ 3-4 വർഷം കൊണ്ട് നല്ല പരിചയമുള്ളൊരു ഏരിയ. ആ ഒരു പരിചയം മനസ്സിലാക്കിയിട്ടാണ് സാറ് എനിക്ക് കേസ് തന്നത്. രാജു എന്ന് നോക്കുക, ഒരു 6 മുതൽ ഈ 13 വരെയും 12 വരെയും നമ്മളെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചല്ലേ. ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന് അത് സാറ് എടുത്തിട്ട് എനിക്ക് തരികയാണ്. ഞാൻ എറണാകുളത്തുള്ളപ്പോൾ എനിക്ക് തരികയാണ്. അപ്പോൾ സാറ് വേറൊരു കാര്യം കൂടി എൻ്റെ അടുത്ത് കണ്ടു. ഞാൻ എല്ലാ ദിവസവും ഞാനന്ന് താമസം പെരുങ്ങോട്ടുകരയില്ല. പെരുങ്ങോട്ടുകരയിൽ നിന്ന് എല്ലാ ദിവസവും ഞാൻ ബസ്സിൽ എറണാകുളത്ത് വന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ 9 മണി 10 മണിയൊക്കെ ആവും എല്ലാ ദിവസവും. ക്രൈംബ്രാഞ്ച് ഓഫീസ് അന്ന് ഇവിടെ നമ്മുടെ ഒബ്രോമാളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ എന്നോട് പറഞ്ഞു, രാജുവിന് തൃശ്ശൂർ നിന്നും ഈ കേസ് അന്വേഷിക്കാം, ഇടയ്ക്ക് ഇവിടെയുള്ള കേസും വരിക, തൃശ്ശൂരുള്ള കേസും അന്വേഷിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫേവറാണ് യാത്ര, ഭയങ്കര യാത്രയാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം അവരിങ്ങോട്ട് പിന്നെ യാത്ര ചെയ്യേണ്ടി വന്നു, അവർ തൃശ്ശൂരേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏത് കേസ് കിട്ടിയാലും അത് വായിച്ച് പഠിക്കും. അതെൻ്റെ ഒരു ഞാനല്ലാതെ ആ ഒരു കേസിലും FIR തൊട്ട് ലാസ്റ്റ് CD വരെയും ഫുള്ളിരുന്ന് ഞാൻ ഒറ്റയ്ക്കോ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരോ കൂടിച്ചേർന്ന് ഞങ്ങളത് വായിച്ചിട്ട് അതിൻ്റെ അന്വേഷണം ഏതെല്ലാം ദിശയിലൊക്കെ പോയിട്ടുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കും. ഇനി ഏതെല്ലാം ദിശയിലേക്ക് അതിൻ്റെ അന്വേഷണം പോകണമെന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. അത് ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. അന്ന് ഞങ്ങളുടെ കൂടെ തന്നെ എൻ്റെ കൂടെ ഒരു ജോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SI ഉണ്ടായിരുന്നു. ജോഷി മിടുക്കനായിട്ടുള്ള കേസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത് ജോഷിയാണ്. പിന്നെ രാജീവ് പിന്നെ പ്രഭു, പിന്നെ ടൈറ്റസ്, അങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ എൻ്റെ കൂടെ, അശോകൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെയാണ് എൻ്റെ കൂടെ ഡെയിലി മാറി ഞാൻ 3 പേരെ കൊണ്ടുപോകും. ഡ്രൈവറെ കൂടാതെ 2 പേരും മാറി ഇവർ ഇങ്ങനെ എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നു. സിറാജുദ്ദീൻ. അപ്പോൾ ഇവർ ഒരു ഭക്ഷണമൊക്കെ ഇട്ടൊക്കെ വരും. ഞങ്ങൾ ഈ 2 കൈ പോയി അവിടെ ഇരുന്ന്, ഞങ്ങൾ മഫ്റ്റിയാണല്ലോ, ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ യൂണിഫോമിലല്ല പോവുക, ഞങ്ങൾ മഫ്റ്റിയിലാണ് ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോവുക. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിയും. ഔദ്യോഗിക വാഹനമാണ്, വാഹനമുണ്ട്. പക്ഷേ അതിൽ പോലീസ് എന്നുള്ള ബോർഡില്ല. പോലീസ് എന്നുള്ള ബോർഡുള്ളത് നമ്മുടെ ഒരു സൺലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഷെയ്ഡ് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ പോലീസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ആവശ്യം വന്നാൽ ഇങ്ങനെ ടോളൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പോലീസ് വെക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഞങ്ങൾ പോലീസ് എന്നുള്ള ബോർഡിലല്ല. ഒരു സുമോ വണ്ടിയായിരുന്നു. ആ സുമോ വണ്ടിയിലാണ് ഞങ്ങൾ വരികയും പോവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കേസ് നന്നായിട്ട് മനസ്സിലാക്കി വെള്ളിക്കുളങ്ങര ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. കേസ് അന്വേഷണം 2012 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 2003 ഈ കുറ്റകൃത്യം നടന്നത്. എനിക്ക് കിട്ടുന്നത് 2012 പകുതിയോടുകൂടി എനിക്ക് ഈ കേസ് കിട്ടുന്നു. ഞങ്ങൾ പ്രതി അറസ്റ്റ് ചെയ്യുന്നത് 2013 ജനുവരി 31. എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ
കുറ്റവാളിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു 6 മാസത്തെ നിരന്തരമായ അന്വേഷണം, കണ്ടിന്യൂസ് 6 മാസം. ഞാൻ എറണാകുളത്തേക്ക് ഞാൻ പോകുന്നത് ശനിയാഴ്ച മാത്രമേ പോവുള്ളൂ. തിങ്കൾ ടു വെള്ളിക്കുളങ്ങരയില്ല ഈ കേസിൻ്റെ അന്വേഷണം. ശനിയാഴ്ച തുടക്കം എങ്ങനെയായിരുന്നു ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫയൽ പഠിക്കുന്നൊരു ശീലം. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഫയൽ കൃത്യമായിട്ട് ഞങ്ങൾ അത് പഠിച്ചു. കൃത്യമായിട്ട് പഠിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പോലീസ് പറഞ്ഞ അതിനെ അവർ 100% യോജിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് പശുവിൻ്റെ കയറ് കഴുത്തിൽ കുടുങ്ങി അങ്ങനെ ശ്വാസം മുട്ടലുണ്ടായി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. ആ ഒരു സംഭവത്തിലാണ് ഈ മരണം സംഭവിക്കുന്നത്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം അത് ഇൻവെസ്റ്റിഗേറ്റ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണല്ലോ. അപ്പോൾ നമ്മൾ അന്ന് ഷേർലി വാസു മാഡം ആണ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അന്ന് മാഡത്തിൻ്റെ ഒരു എക്സ്പെർട്ട് റിപ്പോർട്ടൊക്കെ അതിനകത്ത് വായിച്ചിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ട് അന്വേഷണം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഈ വായിച്ച് മനസ്സിലാക്കിയതിലൊരു ചാക്കോച്ചനുണ്ടായിരുന്നു. ചാക്കോച്ചൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ചാക്കോച്ചന് എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഈ റബ്ബർ വെട്ടാൻ വേണ്ടി പോകും. ചാക്കോച്ചൻ്റെ ഒരു കുറച്ച് ഏരിയ ഉണ്ട്, റബ്ബർ ഒരു ഏക്കറിനടുത്ത് റബ്ബറുണ്ട്. ചാക്കോച്ചൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകും. അത് ഒരു 10 മണിവരെയൊക്കെ ചാക്കോച്ചൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. അന്ന് ഈ കുട്ടികൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ചാക്കോച്ചനും ഉണ്ട്. അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ ചാക്കോച്ചനും ഈ കൂടെയൊക്കെ പോവുകയും അന്വേഷിക്കുകയും. അപ്പോൾ ചാക്കോച്ചൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ചാക്കോച്ചൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ലോക്കൽ പോലീസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കരച്ചിൽ കേട്ടെന്ന്, ഇവിടെ ആരുമില്ലേ രക്ഷിക്കണേ എന്നും പറഞ്ഞൊരു കരച്ചിൽ കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു കരച്ചിൽ കേൾക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പശുവിൻ്റെ കയറ് കുടുങ്ങുമ്പോൾ അബദ്ധത്തിലല്ലേ കുടുങ്ങുക. അപ്പോൾ ഇതൊരു ഇൻസിഡൻറ്റിന് തൊട്ട് മുമ്പുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ എന്നെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിലല്ലേ എനിക്ക് കരയാൻ പറ്റുള്ളൂ. കയറ് കഴുത്തി കുരുങ്ങിയാൽ പറയാൻ പറ്റില്ല. മറ്റത് ആക്സിഡൻ്റലി സംഭവിക്കുന്ന, ആക്സിഡൻ്റലിലാണ് കയറ് കഴുത്തിൽ കുരുങ്ങുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു കോമൺ സെൻസ് അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവം ഇതാണ്. ഇതിൽ വിളിച്ച് പറയണമെങ്കിൽ നമ്മളൊരു നായ കടിക്കാൻ വരും, നമ്മൾ അതിന് മുമ്പ് തന്നെ കരയും. അല്ലെങ്കിൽ ഒരാൾ എന്നെ വാളുകൊണ്ട് വെട്ടാൻ വരുന്നു അല്ലേ, കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞു. ഒരു ആന എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ കരയും. അതുപോലെ തന്നെയല്ലേ ഇവരെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇവരെന്താ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല. ഞങ്ങളവിടെ അങ്ങ് ഉറപ്പിച്ചു. ഞങ്ങളങ്ങ് തീരുമാനിക്കും. ഞങ്ങൾ ഈ 6-7 പേര് ഉള്ള സംഘം ഞങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഇത് ചാക്കോച്ചനെ കണ്ടപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, സാർ ഞാൻ കേട്ടു, സ്റ്റേറ്റ്മെൻറ്റ് ചാക്കോച്ചനോട് മാറ്റമില്ല. ചാക്കോച്ചൻ അന്ന് എന്താണോ ലോക്കൽ പോലീസിനോട് പറഞ്ഞത്, അതിനുശേഷം 6 വർഷം ക്രൈംബ്രാഞ്ചിനോട് എന്താണോ പറഞ്ഞത് അത് തന്നെ എന്നോടും പറഞ്ഞു. വേറെ ചാക്കോച്ചനൊന്നും പറഞ്ഞില്ല. ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂനായിട്ടുള്ളൊരു മനുഷ്യൻ. ആൾ രാവിലെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, കടയിൽ പോകുന്നു, പത്രം വായിക്കുന്നു, നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു കർഷകൻ. അത് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. സാർ ഞാൻ എന്തിനാണ് കള്ളത്തരം പറയണം, ഇവിടെ ഇങ്ങനൊരു സൗണ്ട് കേട്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കേട്ടു. പക്ഷെ അത് വളരെ ലോ ആയിട്ടുള്ള സൗണ്ടായിരുന്നു, അല്ലാതെ വലിയ സൗണ്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വനിതാ പോലീസിനെ വേണം, നമുക്കിതൊന്ന് വനിതയല്ലേ സൗണ്ട് ഉണ്ടാക്കിയത്, നമുക്കത് കേൾക്കാൻ പറ്റുമെന്ന് നോക്കാം. ചാക്കോച്ചൻ ഇത് റബ്ബർ വെട്ടിയെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഞങ്ങൾ പോയി. അപ്പോൾ ഇത് കേട്ടു എന്ന് പറയുന്ന ദൂരം വളരെ ഉയരത്തിലാണ്. റബ്ബർ പ്ലാന്റേഷൻ ഇങ്ങനെ മലയുടെ സൈഡിലാണല്ലോ ഇങ്ങനെ. അപ്പോൾ ഞങ്ങളവിടെ പോയി നിന്നു. ഞാനും വേറെ 1-2 പേരും കൂടി അവിടെ പോയി നിന്നു. മുകളിൽ ഈ ജോഷിയും പിന്നെ അശോകനും വനിതാ പോലീസൊക്കെ മുകളിൽ പോയി. അപ്പോൾ അവിടെ പോയി നിന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പല സൗണ്ടിൽ ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു, രക്ഷിക്കണേ ഇവിടെ ആരുമില്ലേ, ഇത്രയുള്ള സംഭവം. അപ്പോൾ അവരൊരു 3-4 തവണ അവരിങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഒരാൾ ആക്രമിക്കാൻ വരികയാണ്. ഈ വനിതാ പോലീസിനോട് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു. ഈ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ അറിയാതെ ഒരു സൗണ്ട് വരില്ലേ, ആ സൗണ്ടിൽ പറയാൻ പറ്റും. അങ്ങനെ അവർ
മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവരെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ, നിങ്ങളൊരാൾ റേപ്പ് ചെയ്യാൻ വരുന്നു, നിങ്ങൾ എന്താ ചെയ്യുക? ആരുമില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? അപ്പോൾ കരയാം, അങ്ങനെ കരയാം. അങ്ങനെ ഒരു കരയുമ്പോൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ സൗണ്ട്. ചാക്കോച്ചൻ പറഞ്ഞ ഒരു ചെറിയ സൗണ്ട്, എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ മൂളലും ഒരു മുഴക്കം കേട്ടു. ചാക്കോച്ചൻ പറഞ്ഞാൽ വളരെ ശരിയാണ്, വേറെ ആൾക്കാർ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആ ഒരു ജോലിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അത് കേൾക്കുള്ളൂ. നമ്മൾ വേറെ ഒരു ജോലിയിലാണെങ്കിൽ കേൾക്കില്ല. ഒറ്റയ്ക്ക് വേണം, ഈ വനപ്രദേശമല്ലേ, അത് അതിനൊരു സൈലൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ചാക്കോച്ചൻ പറയുന്നത് 100% വിശ്വസിക്കാം. നമുക്ക് ഈ അന്വേഷണം ചാക്കോച്ചൻ്റെ വഴിയിലൂടെ പോകാം, ചാക്കോച്ചൻ പറഞ്ഞ ആ വഴിയിലൂടെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെയുള്ള വീടുകളിലേക്ക് കയറി മഫ്റ്റി ആയതുകൊണ്ട് ഈ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഞങ്ങളങ്ങ് മിങ്കിളായി. അവിടെ നിന്നൊക്കെ ഞങ്ങൾ വെറുതെ വെള്ളം മേടിച്ച് കുടിക്കും, കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറയും. ഈ സ്ത്രീകളായിട്ടൊന്ന് അടുത്തിട്ട് അങ്ങനെ സ്ത്രീകളൊക്കെ പറഞ്ഞു, സാറേ ഞങ്ങൾക്കിപ്പോൾ മുകളിലേക്ക് പോകാൻ പേടിയാണ്, ഞങ്ങൾ നേരത്തെ വിറക് പെറുക്കാൻ പോകുമായിരുന്നു, ഞങ്ങൾക്ക് പേടിയാണ്, അത് പറ്റുന്നില്ല. അവിടെ ഭയങ്കര ചാരായ കച്ചവടമായിരുന്നു ആ സമയത്ത്, ചാരായം പാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ചാരായം പാറ്റ ശർക്കര വേണമല്ലോ, ശർക്കര ചുമക്കുന്ന ആൾക്കാരായിരുന്നു. കുറേ ആൾക്കാർ അവിടെ ആ ഏരിയയിലുണ്ട്. അപ്പോൾ റോസ്ലി അടക്കി പോകുമായിരുന്നു. അത് ഒരു 2 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ പോകണം. അവിടെ ഒരു പുഴ ഉണ്ട്, ആ പുഴയുടെ തീരത്താണ് ഇവർ ചാരായം പാറ്റുന്നത്. എന്നിട്ട് ആ ചാരായം തിരിച്ചു കൊണ്ടുവരും, കയറ്റിക്കൊണ്ടുപോകും, പോലീസ് അറിയാതെ കയറ്റിക്കൊണ്ടുപോകും. ഇവരൊക്കെ ഈ ചാരായം കുടിക്കുന്നത് അവിടെ ഈ ചേമ്പിൻ്റെ ഇലയില്ലേ, അതിലൊഴിച്ചിട്ടാണ് ചാരായം കുടിക്കുക, വെള്ളം പോലും ചേർക്കില്ല. അങ്ങനെ ജീവിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ ആനയുണ്ട്, ആനയെ വേട്ടയാടാൻ പോകും. അവിടെ 1-2 പ്രഗത്ഭരായ ആൾക്കാരെ കൂടെ ഉണ്ട്. അവർ ആനയെ വേട്ടയാടും, ആനക്കൊമ്പ് എടുക്കും. അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഏരിയയിൽ. അപ്പോൾ ഇവർക്ക് പേടിയാണ്, അവിടെയുള്ള ആൾക്കാർക്ക് ആരെക്കുറിച്ച് ചോദിച്ചാലും അവരുടെ പേര് പറയാൻ പേടിയാണ്. വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അവരെ പേര് പറയാനായിട്ട് ഇവർക്ക് പേടിയാണ്. അത് പറഞ്ഞിനി എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോർന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ അപകടത്തിലാണ്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ നമ്മളോട് പറയാം, സാറേ ഇത് പശുവിൻ്റെ കയറല്ല, ഇത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും എന്നുള്ള തരത്തിലേക്ക് ഞങ്ങൾക്കിങ്ങനെ അവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ പിന്നെ ചെയ്ത ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വർഷം 10 കഴിഞ്ഞ് നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ എയറിൽ നിന്നുള്ള ഒരു അന്വേഷണമാണ്. ഞങ്ങൾ കാട്ടിൽ പോകും, അവിടെ പോയി അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും, എന്തെങ്കിലും കറങ്ങി നടക്കും. വനത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. ഇവിടുന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി ഞങ്ങൾ, അവിടുത്തെ ഒരാളെയും കൂട്ടിയിട്ട് ഈ 2 കിലോമീറ്റർ അപ്പുറത്ത് മറ്റേ ചാരായം വരുന്ന സ്ഥലമില്ലേ, അവിടെയാണ് ഇവർ ഈ മൃഗങ്ങളെ കൊന്നിട്ട് ഉണക്കുന്നത്. അവിടെ ഈ പോത്തിനെയൊക്കെ കൊന്നിട്ട് അവിടെ കാട്ടിൽ വെട്ടി കൊന്നിട്ട് അവിടെയൊക്കെ ഇറച്ചിയൊക്കെ ഇവർ എടുക്കും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ പോയി ഇവരിരുന്ന് മദ്യപിക്കുന്ന സ്ഥലം ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നല്ല ഒരു വിശാലമായ ഏരിയയാണ്. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഇപ്പം കാണുന്ന അത്രയും തിക്നെസ് വനത്തിനില്ല. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടാം. നമ്മൾ ആന വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ഓടിപ്പോയാൽ വഴിതെറ്റിപ്പോവും. അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ പോയി ഇതെല്ലാം കണ്ടു തിരിച്ചു വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടുന്ന് ഒരാൾ ഒരു കൊല നടത്തിയിട്ട് ഉള്ളിലോട്ട് പോയാൽ അയാൾ ഒരിക്കലും മനസ്സിലാവില്ല ആരാണെന്ന്. ഇവരറിയില്ലല്ലോ, അയാൾ വേറെ വഴി അയാൾക്ക് ഇറങ്ങി വരാം. നേരത്തെ കാടിനെ അറിയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അതിരപ്പള്ളി വരാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മേഖലയിലേക്ക് അവർക്ക് കടക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇത് കൊലപാതകമാണെന്ന് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ മനസ്സിനെ തന്നെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പിന്നെ എവിടെ നിന്ന് അന്വേഷിക്കണം? അപ്പോൾ ജോഷി, എൻ്റെ ഇവിടെയുള്ള ജോഷി പറഞ്ഞു, സാർ നമുക്ക് ഇവിടെയുള്ള എല്ലാ വീട്ടുകാരെയും നമുക്കറിയണം, നമുക്ക് ആരെയും അറിയില്ല. അതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കാമെന്ന്. വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഞ്ചായത്തിൽ ഞങ്ങൾ പോയി. പഞ്ചായത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടി, അവിടെ നിന്ന് കിട്ടി. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു. അത് പ്രകാരം ഞങ്ങൾ അവിടെ ഒരു കിലോമീറ്റർ ചുറ്റളവ്, 1 കിലോമീറ്റർ ചുറ്റളവ് ഒരുപാട് വീടൊന്നും ഇല്ലല്ലോ. ഒരു സൈഡ് മുഴുവൻ വനമല്ലേ, വനാണ്. ഒരു സൈഡല്ല, വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് 3 സൈഡൊന്നും പറയാം, ഇങ്ങനെയല്ലേ ഈ കവർ ചെയ്ത് വരുന്നത്. അതെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് അവിടെ ഒരു ചായക്കടയുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും ആ ചായക്കടയിൽ പോകും. ഇവിടുന്ന് ചെന്നാൽ അവിടുന്ന് ചായയും ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെയും കുറേ പോകണം. 2 കിലോയിലേക്ക് പോയാൽ അതൊന്നും കിട്ടില്ലല്ലോ, അങ്ങോട്ട് പോകുള്ളൂ. അന്വേഷണം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ചായക്കടയിൽ നിന്നാണ്.
വിശേഷങ്ങളൊക്കെ അവരോട് സംസാരിക്കും, പോവും, തിരിച്ചു വരും. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഈ ചായക്കടയിൽ വന്ന് അവിടെ വന്നിരിക്കും. അപ്പോൾ ഈ ചായക്കടയിലെ ചേട്ടനായിട്ട് നല്ല ഒരു അടുപ്പായി. ഇങ്ങനെ 6 മാസമല്ലേ ഡെയിലി ഒരു സാറ്റർഡേ ഒരു സൺഡേ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇങ്ങനെ ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആളും സാറേ ഇത് കൊലപാതക സാറന്മാർ അന്വേഷിച്ചാൽ കിട്ടും. ഇങ്ങനെ ആരും അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ ഫുൾ ഡേ ഇവിടെ നിന്നിട്ട് ഒരാളും അന്വേഷിച്ചിട്ടില്ല. സാറന്മാർ അന്വേഷിച്ചു. ഇവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും അറിയെങ്കിൽ പറയണം എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ചാക്കോച്ചനിങ്ങനെ സൗണ്ട് കേട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സ്ത്രീകൾക്കിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഭയമാണ്, ആ ഏരിയയിലേക്ക് പോകാനായിട്ട് ഭയമാണ്. ഇത് ഒന്നെങ്കിൽ ചാരായക്കാർ, അല്ലെങ്കിൽ ആനക്കൊമ്പ് എടുക്കുന്ന ആൾക്കാർ, അവർ അങ്ങനെയുള്ള ആൾക്കാർ എന്നുള്ള തരത്തിൽ ഇയാളുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ അങ്ങനെ പലരും ഞങ്ങളോട് അടുത്ത ഒരു ആത്മബന്ധമുള്ള തരത്തിലേക്ക് മാറി. എല്ലാവരും അവരുടെ ഒപ്പീനിയൻ ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ പോയിരുന്നിട്ട് ഈ ലിസ്റ്റ് എടുത്ത് വെച്ചു. അപ്പോൾ ചായക്കടക്കാരൻ അറിയാമല്ലോ ഇവിടെ ആരൊക്കെയാണെന്ന്. അവിടെ ഇരുന്നിട്ട് അയാളുടെ കൂടി ഒരു സഹായത്തോടുകൂടി ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ ഞങ്ങൾ വെട്ടി. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾ വെട്ടി. അതെല്ലാം അവിടുത്തെ മെമ്പർ ഒക്കെ അവരെ ഞങ്ങൾ സഹായിച്ച് വെട്ടി. കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ ഞങ്ങൾ സെപ്പറേറ്റ് മാറ്റി. മരിച്ചുപോയ ആൾക്കാരെ ഞങ്ങൾ സെപ്പറേറ്റ് മാറ്റി. ഇവിടുന്ന് മാറിപ്പോയ ആൾക്കാരെ ഞങ്ങൾ മാറ്റി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 18 പേരേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, 18 പേര്. ചിലവർ ഇവിടുന്ന് മാറിപ്പോയി. ചില ആൾക്കാർ ഒരു 4 പേര് മരിച്ചുപോയി. കുറച്ച് പേര് എവിടെയിരുന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല. അപ്പോൾ അവരെ ഞങ്ങളൊരു ഗണത്തിൽ ഇങ്ങനെ നിർത്തി. സസ്പീഷ്യസ്. ബാക്കിയുള്ളവരെയൊക്കെ വിട്ടു. അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അവർ 10 വർഷമായിട്ട് ഇവരെല്ലാം ഇങ്ങനെ. ബാക്കിയുള്ളവരോടെ നിൽക്കരുത്, നമുക്ക് ഇത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ പോയി മൂവാറ്റുപുഴ ഇവിടുന്ന് ഒരു പാർട്ടി. ഞങ്ങൾ ചോദിച്ചു, ഇവരെന്താ പോയത്? ഇവർ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടല്ലോ, അവിടെ ഒരു അച്ഛനുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, അവരുടെ അമ്മയുണ്ട്, ഇവരെന്താ പോയത്? അപ്പോൾ നമുക്ക് സംശയിക്കപ്പെടല്ല. സാർ അവർ മൂവാറ്റുപുഴയ്ക്ക് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ മൂവാറ്റുപുഴ അവരുടെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് മൂവാറ്റുപുഴ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ അച്ഛനവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മോള് ഞങ്ങളെ കണ്ടപ്പോൾ ഇറങ്ങി വന്നു. സാർ എന്താണെന്ന് ചോദിച്ചു. ഇങ്ങനെ റോസലി കേസിൻ്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് സാർ. എൻ്റെ സാറേ ഞങ്ങളവിടെ നിന്ന് പോകുന്നില്ലായിരുന്നു, ഈ അച്ഛനും മുന്നൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു ഭയങ്കര കുടിയന്മാരായിരുന്നു, എന്നും ചാരായം കൂടിയായിരുന്നു പരിപാടി. അവിടെ ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടും. റോസലി ചേച്ചി മരിച്ചിട്ടുണ്ട്, അത് ആരെങ്കിലും കൊന്നതാണ്. റോസലി ചേച്ചി ഇതൊന്നും അത്ര താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു. ആരോടെങ്കിലുമൊക്കെ വല്ല ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയായിരിക്കും ഈ സംഭവം ഉണ്ടായെന്നൊക്കെ പെൺകുട്ടി, ഒരു 10-20 വയസ്സുള്ളൊരു പെൺകുട്ടി പറയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നില്ല എങ്കിൽ ഈ അച്ഛനും ഈ മകനും ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് സാർ ഞങ്ങളുടെ സ്ഥലമൊക്കെ അവിടെ എപ്പോഴും ഉണ്ട്. ഞാനിവിടെ വന്നത് വാടകയ്ക്ക് താമസിക്കുക. അമ്മയുടെ വീട് ഈ ഭാഗത്ത് എവിടെയാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് അതിലൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് അന്വേഷിക്കാൻ തോന്നിയത് രാജൻ റോസിലെ അയൽവാസിയ എന്നും മഴക്കാറ്. രാജൻ്റെ വീട്ടിലെ കോഴി അപ്പുറത്ത് ചെല്ലുന്നു. പിന്നെ അയൽവാസികൾ തമ്മിലുള്ള തർക്കം. ഇപ്പോൾ രാജനെ കാണാൻ പോയി. രാജൻ പുതുക്കാടാണ്. രാജനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. രാജനെ അന്വേഷിച്ച് നടക്കുമ്പോൾ രാജൻ ഇവിടെ താമസിച്ചിരുന്നു. കുറച്ച് അവിടെ ചെല്ലുമ്പോൾ പറയും ആൾ വേറെ സ്ഥലത്ത്. ഒരു 3-4 സ്ഥലം മാറി പുതുക്കാടെത്തി. പുതുക്കാട് സെൻറ്റ് ആനിയൻ സ്കൂളിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു തുറവെന്നും പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇയാളെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഇയാളാണെന്നൊക്കെ അയാളെ പോയി കണ്ടുപിടിച്ചു. അയാളെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ആപ്പാടെ വിറക്കുകയാണ്. രാജനോട് ഞങ്ങൾ ചോദിച്ചു, രാജ എന്തിനാ റോസലിയെ കൊന്നത് നിങ്ങൾ? എൻ്റെ സാറേ ഞാൻ കൊന്നിട്ടില്ല, എനിക്കറിയില്ല, എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല സാറേ, എനിക്കങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ല. ഞാൻ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ദിവസം 10-200 രൂപ കിട്ടും, അങ്ങനെ ജീവിച്ച് പോകുന്നു സാർ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജനെ നമ്മൾ അങ്ങനെ ഒഴിവാക്കി. പിന്നെ നോക്കുമ്പോൾ 4 പേര് മരിച്ചുപോയി. അത് നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അവരെങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ നോക്കി. ഒരാൾ ഹാങ്ങിങ് ആണ്, ബാക്കി 3 പേരും ഈ പറഞ്ഞ പോലെ മദ്യപിച്ച് ഒക്കെ കിഡ്നിയും ഒക്കെ പോയിട്ടുള്ളതാണ്. അവരെ നമ്മളങ്ങ് വിട്ടു. പിന്നെ നോക്കുമ്പോൾ ഒരു 5-6 പേര് എവിടെയെന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ അവരിലേക്ക് അന്വേഷണം, ഈ ആൾക്കാരെ കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണം. ഇവരെ അറിയണ്ടേ, ഇവരെവിടെയാണെന്ന് അറിയണ്ടേ. ചിലപ്പോൾ ഒരു കുറ്റം ചെയ്ത ഒരാൾ ചിലപ്പോൾ നമ്മൾ മറ്റേവനെ പോലെ നാട് വിട്ട് പോകാമല്ലോ, അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൽ ഒരു കൊങ്ങിണി സതീശുണ്ട്, ഒരു പിന്നെ അയ്യപ്പനുണ്ട്, പിന്നെ വേറെ ഒരു 3-4 പേര് കൂടിയുണ്ട്. ഇവരെ ഞങ്ങൾ അന്വേഷിച്ച് ഇപ്പോൾ 4 പേരെ കിട്ടി. അവർ വേറെ ഓരോ സ്ഥലത്തൊക്കെ സെക്യൂരിറ്റി പണിക്ക് പോയിട്ടുണ്ട്. അവരെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല.
അവർ വന്ന് ഇടയ്ക്ക് വരുന്നുണ്ട്. അവരിടയ്ക്ക് വന്നിട്ട് പോകുന്നു. സ്ഥിരമായിട്ട് ഇവിടെ ഇല്ല. അതാണ് നാട്ടുകാരുടെ പരാതി. സ്ഥിരമായിട്ട് ഇവരിവിടെ ഇല്ല എന്നുള്ളതാണ് അവരുടെ പരാതി. വോട്ടും ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാൻ അവർ വന്നിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ 2 പേര് ഈ സംഭവത്തിന് ശേഷം, ഒരാൾ വരന്തരപ്പള്ളിയിലേക്കും പോയി, ഒരാൾ അതിരപ്പള്ളിയിലേക്കും പോയി. അതിരപ്പള്ളി പിള്ളപ്പാറയൊക്കെ ഇവിടുന്ന് കുറേ ദൂരമുണ്ട്, 10-16 കിലോമീറ്റർ കാട്ടി കൂടി തന്നെ പോകണം പിള്ളപ്പാറ. വരന്തരപ്പള്ളിക്ക് നല്ല ദൂരമുണ്ട്. അത് അപ്പുറത്തൊരു കാടാണ്, ചൊക്കന ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ഇവർ 2 പേരെയും നോക്കുമ്പോൾ അവരുടെ മൊഴിയൊക്കെ ഉണ്ട്, പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അവരവിടെയാണ്, അവരുടെ മൊഴിയൊക്കെ പോലീസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ മൊഴിയുണ്ട്, ഒരു കൊങ്ങിണി സതീഷ്, അയ്യപ്പൻ, അവരുടെ മൊഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മൊഴി ഞങ്ങളൊന്നും എടുത്തു, ഇവരെ നോക്കി, അവരുടെ മൊഴീൻ്റെ അകത്തുണ്ടല്ലോ, മറ്റുള്ളവരുടെ മൊഴിയൊന്നും കണ്ടില്ല ഞങ്ങൾ. ഇവരെ ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് പോലീസ് ആണല്ലോ 2012 വരെ ഈ കേസ് അന്വേഷിച്ചത്. അപ്പോൾ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൊഴി ഞാൻ പറഞ്ഞു, ആ മൊഴിയൊന്ന് വായിക്കാൻ പറഞ്ഞു, ഈ സതീഷിൻ്റെ മൊഴിയൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ സതീഷിൻ്റെ മൊഴിയിൽ ഈ റോസ്ലി മരിച്ച ദിവസം ഞാനവിടെ ഇല്ല, അവൻ്റെ മൊഴിയാണ്. ഞാനും വിശ്വംഭരനും രാധാകൃഷ്ണനും അയ്യപ്പനും കൂടി അമ്മയുടെ സഹോദരി അതിരപ്പള്ളിയിലുണ്ട്, അതിരപ്പള്ളി പിള്ളപ്പാറ, അവിടെ ഉത്സവത്തിന് പോയിരിക്കുകയായിരുന്നു. ഉത്സവമൊക്കെ കണ്ട് പിറ്റേ ദിവസം വരുമ്പോഴാണ് അറിയുന്നത് റോസ്ലി ചേച്ചി മരിച്ചു വരും. ഇത്രയേ ഉള്ളൂ. വേറെ എല്ലാം പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിടത്തും വെരിഫൈ ചെയ്തിട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിടത്തും വെറുതെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു, ഒരു വെരിഫൈ അന്വേഷിക്കുന്ന ഒരു പതിവുണ്ട്, അതില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സതീഷിൻ്റെ കൂടെ വിശ്വംഭരൻ, സതീഷ്, പിന്നെ നമ്മുടെ അയ്യപ്പൻ, വിശ്വംഭരൻ, രാധാകൃഷ്ണൻ, ഇത്രയും പേരും കൂടി അവിടെ പോയെന്ന് പറഞ്ഞു ഉത്സവത്തിന് പിള്ളപ്പാറയിൽ. അവിടെ ഉത്സവത്തിന് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. വരുമ്പോഴാണ് റോസ്ലി ചേച്ചി മരിച്ച വിവരം അറിയുന്നത്. അപ്പോൾ അവർ സ്ഥലത്തേ ഇല്ല, അവരങ്ങ് ഒഴിഞ്ഞു, ഫുള്ളായിട്ട് ഒഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഈ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യാം, ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടല്ലോ, അവന് നമുക്ക് അന്വേഷിച്ചെടുക്കാം. അപ്പോൾ രാധാകൃഷ്ണനെയും വിശ്വംഭരനെയും ഞങ്ങൾ അന്വേഷിച്ചു. അവരവിടെയുണ്ട്, നാട്ടിലുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ 10 വർഷം മുമ്പ് ഇങ്ങനെ ഉത്സവത്തിന് പോയിരുന്നു, ഇവൻ്റെ കൊങ്ങിണി സതീഷിൻ്റെ അമ്മയുടെ അനിയത്തി അവരുടെ വീട്ടിൽ നിങ്ങൾ ഉത്സവത്തിന് പോയി? ഇല്ല സാർ, പോയിട്ടില്ല, ഞങ്ങൾ ആ സ്ഥലത്ത് ഉത്സവത്തിന് പോയിട്ടില്ലല്ലോ ഒരിക്കലും. കാരണം ആ സ്ഥലത്ത് പോയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, കാട്ടിലൂടെ വരണം. അവിടെ ഉത്സവമൊക്കെ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, എവിടെയെങ്കിലും കിടന്നുറങ്ങണം, അങ്ങനെ വരണം. ഒരിക്കലും പോലും ഞങ്ങൾ 4 പേരും കൂടി ഉത്സവത്തിൽ വരും. ഞാനും രാധാകൃഷ്ണനും കൂടിയൊക്കെ ഇവിടെ അടുത്ത് പിന്നെ വെള്ളിക്കുളങ്ങരയിലും വരന്തരപ്പള്ളിയിലൊക്കെ പോയിട്ട്, പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരിക്കലും പോയിട്ടില്ല സാർ എന്ന് പറഞ്ഞു. ഇത് തന്നെ രാധാകൃഷ്ണൻ പറയുന്നു, സാർ പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊരു സംശയം, ചെറിയൊരു നാമ്പ് ഇങ്ങനെ ഉടലെടുത്തു. അപ്പോൾ ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, പിന്നെ എന്തിനവനിങ്ങനെ കള്ളത്തരം, ഞാനങ്ങനെ അവിടെ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് കള്ളത്തരം പറയുന്നത്. ഞങ്ങൾ ആ സാധനം നോട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അയ്യപ്പനെ അന്വേഷിച്ചു, അയ്യപ്പനില്ല. അയ്യപ്പൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ പിന്നെ ഈ അതിരപ്പള്ളി ചെന്നു. അതിരപ്പള്ളി ചെന്നപ്പോഴാണ് പിന്നെ ഇവർ പറയുന്നത് അയ്യപ്പൻ 2008 ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അത് വിഷം കഴിച്ച് മരിച്ചത്. അതിരപ്പള്ളി എന്ന് പറയുന്നതാണ്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഏരിയ. നമ്മൾ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുന്ന, അതുപോലെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ്റെ ബോർഡർ, അവിടെ ഒരു പുഴയാണ്. അവിടെയാണ് ഇയാൾ മരിച്ചു കിടന്നത്. 14 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി നാട്ടുകാരും പോലീസൊക്കെ കാണുന്നത്, 14 ദിവസം. അപ്പോൾ ഇയാൾ ഫ്യൂറിഡൈൻ കഴിച്ചിട്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇതിൻ്റെ അന്വേഷണത്തിൽ, അല്ലാതെ വേറെ ആരും പറയുന്നില്ല, അന്വേഷണത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ അറിയുകയാണ് ഇയാളിങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന്. ഇതൊന്നും പിന്നെ ഇവരൊന്നും നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഈ നേരത്തെ നമ്മൾ കുറേ ആൾക്കാരെ കണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഫയൽ കൂടി ഞങ്ങൾ അവിടുന്ന് ശേഖരിച്ചു. എനിക്ക് തോന്നുന്നു ചാലക്കുടി സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്തെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഫയൽ വാങ്ങിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഫ്യൂറിഡൈൻ കഴിച്ചു മരിച്ചു. ഒരു പ്രാഥമിക അന്വേഷണം നടത്തി മരിച്ചു എന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ആത്മഹത്യ ചെയ്തു എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളവിടെ അങ്ങനെ നിർത്തി. ഒരു ജസ്റ്റ് ഇയാൾ ആത്മഹത്യ ചെയ്തല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, സാമ്പത്തികമായിട്ടൊരു രക്ഷയില്ല,
അവനെന്തോ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് കരുതി. എൻ്റെ അമ്മ പറഞ്ഞു അവനിപ്പോൾ ഇവിടെ വരാറില്ല, വേറെ എവിടെയൊക്കെ ദൂരത്തൊക്കെ ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. പിന്നെ നമുക്ക് ആരെ വേണം? ഈ സതീഷിനെ വേണം, കൊങ്ങിണി സതീഷിനെ വേണം. കൊങ്ങിണി സതീഷിനെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവനെ ഇപ്പോൾ ഇവിടെ വരാറില്ല, കുറേ കാലമായിട്ട് ഇവിടെ വരാറില്ല. അവനെ വരന്തരപ്പള്ളിയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു. ഇവിടെ വരന്തരപ്പള്ളി പോയി അപ്പോൾ അവന് കാട്ടിൽ പോയിരിക്കുക. ഇവർ കാട്ടിലെ ഈ വന വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഇവർ പോയി കഴിഞ്ഞാൽ വരുന്നത് ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണമൊക്കെ ഇട്ടൊക്കെ പോകും. അപ്പം അവിടെ ഇപ്പം മൊബൈൽ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല, അവിടെ റേഞ്ച് ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു തവണ ചെന്നപ്പോൾ പറഞ്ഞു കാട്ടിൽ പോയിരിക്കുകയാണ്, വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് പോയി, അപ്പോഴും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇവരെ ഒരു ദിവസം കണ്ടിട്ട് ഞങ്ങൾ അവനെ എറണാകുളത്തേക്ക് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അവന് നോട്ടീസൊക്കെ കൊടുത്തു. ആ വീട്ടുകാരോടും പറഞ്ഞു ആളൊന്ന് കൊണ്ടുവരുമോ, നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ അറിയാനാണ്. അവൻ കൂളായിട്ട് അവിടെ വന്നു. എറണാകുളത്ത് നമ്മുടെ ഓഫീസിൽ വന്നു. നമ്മളവനെ ചോദ്യം ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവനെല്ലാത്തിനും കൃത്യമായൊരു മറുപടി. സാറ് പിന്നെ അതിരപ്പള്ളിയിൽ ഞങ്ങൾ പോയത് രാധാകൃഷ്ണൻ ഇല്ലെന്ന് പറഞ്ഞു സാർ. അപ്പോൾ ചിലപ്പോൾ പിന്നീടായിരിക്കും, വേറെ സംഭവത്തിനായിരിക്കും സാറ്. പിന്നെ നമ്മുടെ അയ്യപ്പനോട് ചോദിച്ചാൽ പറയുമെന്ന്. അയ്യപ്പൻ പറയും സാർ, അയ്യപ്പനാണ് കൂടെ ഉണ്ടെന്ന്. ചിലപ്പോൾ ഇവർ മറന്നുപോയിട്ടായിരിക്കും, ഞാൻ ചിലപ്പോൾ മറന്നുപോയിട്ടായിരിക്കും. അയ്യപ്പനുണ്ടെന്ന്. പക്ഷേ അയ്യപ്പനോട് ചോദിക്കാൻ അയ്യപ്പൻ ജീവനോടെ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ചോദിക്കാം, അയ്യപ്പനെ ചോദിക്കാം. അവൻ ഞങ്ങളോട് അപ്പോഴും പറയുന്നില്ല അയ്യപ്പനെന്ത് പറ്റിയെന്നൊന്നും ഇവൻ നമ്മളോട് പറയുന്നില്ല, മരിച്ചെന്ന് പോലും അറിയില്ല, പറയുന്നില്ല. ഇവന് അതെല്ലാം ഇവന് ഹൈഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവനെ വിട്ടു ഞങ്ങൾ. അന്ന് ഇവനെ ചോദ്യം ചെയ്ത് ഇവൻ്റെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ എടുത്ത് ഇവൻ്റെ പഴയ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ വായിച്ചപ്പോൾ ഇതിൽ ഈ വിശ്വംഭരനും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ്റെയും ഭാഗങ്ങൾ അവനൊന്ന് ഹൈഡ് ചെയ്തു. ഇവിടെ ഇല്ല എന്നുള്ള തരത്തിൽ അവനത് ഹൈഡ് ചെയ്ത് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും നോക്കി വന്നിട്ട് വേറെ ഒരു തലത്തിലേക്ക് ഈ കേസ് പോകുന്നില്ല. ഈ കേസ് പോകുന്നത് ഈ സതീഷിലേക്കാണ്. സതീഷ് പറയാതെ ഈ കേസ് പുറത്തു വരില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സതീഷ് പറയണം ഈ കേസ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. സതീഷിനെ അറിയാവുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തി. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ വേറെ യാതൊരു എവിഡൻസും ഇല്ല, കുറേ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ചോദ്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി സതീഷിനെ ഞങ്ങൾ ഒരു ദിവസം പോയി അവനങ്ങ് എടുത്തു. എന്നെ വിളിച്ചില്ല, എടപ്പള്ളിയിൽ പോയി അവനങ്ങ് എടുത്തു. സതീഷിനോട് ഞങ്ങൾ പിന്നെ വണ്ടിയിരിക്കുമ്പോൾ പോലീസിൻ്റേതായ കുറേ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എല്ലാം കിട്ടി എന്നുള്ള തരത്തിൽ നമ്മളവനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ കൊണ്ടുവന്നു എറണാകുളത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു രാത്രി ഫുള്ളിരുന്നിട്ട് ചോദ്യം ചെയ്യും. ഇവരാണ് എന്നുള്ള നമ്മുടെ മനസ്സിലേക്ക് വന്നു. വേറെ ഒരു തലത്തിലേക്ക് 6 മാസത്തെ അന്വേഷണം ഞങ്ങൾ നടത്തിയിട്ട് വേറൊരു ആംഗിളിലേക്കും റോസ്ലി മർഡർ പോകുന്നില്ല. ഇവിടുന്ന് പോയ ഇവൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങളില്ല, ഞങ്ങൾ 4 പേരില്ല ഇല്ലെന്ന് പറഞ്ഞാൽ 2 പേര് ഓക്കെ പറഞ്ഞു. പിന്നെ ഇത് ഞങ്ങൾ ചോദിക്കാനൊരു സാധനം അവിടെ കിടക്കുക, ഞങ്ങൾ വിട്ടുപോയത്. ഇവർ ചെന്നു എന്ന് പറഞ്ഞൊരു വീടില്ലേ, കുഞ്ഞു പെണ്ണിൻ്റെ വീട്ടിൽ, ഇവൻ്റെ അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടല്ലോ. ഈ അതിരപ്പള്ളിയിൽ പിള്ളപ്പാറയിൽ ഉത്സവം കാണാൻ പോയപ്പോൾ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ. ഉത്സവം കണ്ടിട്ട് ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങളതുകൊണ്ട് പിറ്റേ ദിവസമാണ് വന്നതെന്ന് പറഞ്ഞു. ഉത്സവം കഴിഞ്ഞപ്പോൾ അവിടെ പോയി കിടന്ന് അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നതെന്നൊരു സംഭവം പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങളും വെരിഫൈ ചെയ്യാൻ വിട്ടുപോയി. ഞങ്ങൾ ഈ സംഭവം വെരിഫൈ ചെയ്യാൻ വിട്ടുപോയി. ഞങ്ങൾ ഈ രണ്ടാമത് ഇവനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് വിഷമില്ല, അവനെ പിന്നെയും പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ ഇത് സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ റൂട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും ഈ പിള്ളപ്പാറയിൽ പോവുകയാണ്. പിള്ളപ്പാറയിൽ പോയിട്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുന്നു. ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ലേഡിയപ്പോൾ അന്നില്ലായിരുന്നു, അവർ തൊഴിലുറപ്പിന് പോയിരിക്കുന്നു. അവരുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് പറഞ്ഞു, സാറ് ഈ സതീഷിന് ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. സതീശൻ ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും വരില്ല, അവരിതുവരെ വന്നിട്ടുമില്ല. ഇവരുടെ പ്രേമവിവാഹമായിരുന്നു. ഈ സതീശൻ്റെ അമ്മയുടെ അനിയത്തിയും ഒരു ജാതി മാറി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നതാണ്. 2 കയ്യിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരാൾ വീട്ടിൽ വന്നിട്ടില്ല എന്നവർ പറയുന്നു. പിന്നെ എങ്ങനെ ഇവനിവിടെ വരിക സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു, മറ്റൊരു വരണമല്ലോ. അപ്പോൾ അവർ ഈ
തൊഴിലുറപ്പിന് കാട്ടിലൂടെയാണ് പോയിരിക്കുന്നത്. അവർ വരാൻ വേണ്ടി ഫുൾ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു 5:30 അവരെത്തി. അവരപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഞങ്ങൾ മൊഴിയെടുത്തു. അവരുടെ മൊഴിയൊന്നും ഈ കേസിലില്ല. കുഞ്ഞിപ്പെണ്ണിൻ്റെ മൊഴി ഞങ്ങൾ എടുക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു, സാർ അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്തോ കുഴപ്പമുണ്ട്. ഇതാണ് അവരുടെ മൊഴി. ബന്ധുവാണ്. ആ അമ്മയുടെ അനിയത്തി, സതീഷിൻ്റെ അമ്മയുടെ അനിയത്തി അവിടെ പോയെന്ന് പറയുന്നത്. സാർ ഞാൻ ജാതി മാറി, അവർ പറയുന്നെങ്കിൽ ഞാൻ ജാതി മാറി എൻ്റെ ചേട്ടനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ബന്ധുക്കളാരും ഇവിടെ വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല, ഒരാളും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. ഞാനിനി അവിടെ വന്നാൽ എനിക്ക് അവരുടെ ഒരു വീട് 10 സെൻറ്റ് സ്ഥലവും ഒരു വീടുണ്ട്, സ്വത്തിൻ്റെ ഭാഗം വല്ലതും തരണമെന്ന് കരുതിയിട്ടായിരിക്കും ഇവരാരും വരാത്തത്. ഒരാളും വന്നിട്ടില്ല, സതീഷും വന്നിട്ടില്ല. സതീഷ് വന്നോ എന്ന് സാറിനോട് പറഞ്ഞാൽ അത് കള്ളത്തരാണ്, നിങ്ങളവനെ കൈകാര്യം ചെയ്തു അപ്പോൾ റെഡിയാകുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കേസിലേക്ക് എന്തെങ്കിലും സാർമാർക്ക് കിട്ടും, അവൻ പറയുന്ന കള്ളത്തരാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ഇവരെ വീണ്ടും ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അറിയാമോ, ഞങ്ങൾ ഇവരെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു സിറാജും ടൈറ്റസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ വീട്ടിൽ അന്ന് പിന്നെ ഇവനെ കൊണ്ടുവന്ന ദിവസം ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്തും അവരുടെ ഫോണ് ഒക്കെ വളരെ ചെറിയ ഫോണാണ്, വലിയ സൗണ്ടൊന്നും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, നമുക്ക് വിളിച്ചാലൊന്നും കേൾക്കില്ല. അവർ പിന്നെ റേഞ്ചുള്ള ഒരു സ്ഥലമല്ല ഇവരുടെയൊക്കെ, മല സൈഡല്ലേ. അപ്പോൾ ഇവരെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് കുറേ താഴത്ത് കൊണ്ടുവന്നിട്ട് ഫോൺ കിട്ടുന്നൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഭർത്താവ്, ഞങ്ങളുടെ ടൈറ്റസ്, പിന്നെ ഞങ്ങളുടെ വേറെ സിറാജുദ്ദീൻ, ഇവരെല്ലാവരും ഒരു സ്ഥലത്തേക്ക് നിൽക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ 2 പേര് മറ്റേ വിശ്വംഭരനും രാധാകൃഷ്ണനും അവർക്ക് ഫോണൊക്കെ കിട്ടും വെള്ളിക്കുളങ്ങര. അവിടെ 2 പോലീസുകാർ അവിടെയും പോയി. അപ്പോൾ എല്ലാവരുടെ അടുത്തും പോലീസുണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യും, ഞങ്ങളുടെ പോലീസിനെ വിളിക്കുക, അറ്റൻഡ് ചെയ്യും, ലൗഡിലിട്ട് കേൾപ്പിക്കും. ഇവരെ ചോദ്യം ചെയ്യുന്ന ലൗഡിലിട്ട് കേൾപ്പിക്കും, അവർ ആൻസർ നമുക്ക് വരും. ഇത് ഇവരിവിടെ കേൾക്കും. അങ്ങനെ ഞങ്ങൾ ഇവരെ എറണാകുളത്തേക്ക് ഇവരെ വിളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അവർ മറ്റേ കാട്ട് ഉള്ള ആൾക്കാരല്ല, അവർ യാത്ര ചെയ്ത് എറണാകുളത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിട്ട്. എറണാകുളം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു സ്ഥലമാണ്, വേറെ ലോകമാണ് അവരെ സംബന്ധിച്ചിട്ട്. സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യാനേ അവർ പറയുള്ളൂ. സഹകരിക്കും, നന്നായിട്ട് സഹകരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഞാനും ജോഷിയും അശോകനും കൂടി ഈ എൻ്റെ ഓഫീസിൽ ഇവരെ ഇരുത്തി ഇവരെ ചോദ്യം ചെയ്യണം. ഏതാണ്ടൊരു 12 മണിയായി. ഞങ്ങൾ അവരെയൊക്കെ വിളിച്ചു, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 1-2 ചോദ്യങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ബാക്കിയൊക്കെ ചോദിച്ചു. വീണ്ടും ഞങ്ങൾ പഴയ പ്രാക്ടീസ് വീണ്ടും ചെയ്തു. വിശ്വംഭരനെ ചോദിച്ചു, നമ്മുടെ രാധാകൃഷ്ണനെ ചോദിച്ചു. അതൊക്കെ വീണ്ടും ഇവൻ ഡിനേ ചെയ്യണം. സാർ മറന്നുപോയതായിരിക്കാം, തെറ്റുപറ്റിയതാവാം എന്നൊക്കെ പറഞ്ഞു. സാർ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ പിന്നെ ഇളയമ്മയുടെ വീട്ടിൽ പോയിരുന്നു സാർ. സാർ ഈ ഞങ്ങൾ അയ്യപ്പനെ ചോദിക്കും സാർ, ഇതൊക്കെയാണ് അവൻ പറയുന്നത്. അയ്യപ്പനെല്ലാം പറയും എന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിനെ ചോദിക്കും. കുഞ്ഞിപ്പെണ്ണിനെ ചോദിക്കട്ടാന്ന് ചോദിച്ചു. സാർ ചോദിച്ചു സാർ, കുഞ്ഞിപ്പെണ്ണോട് ചോദിക്കൂ. അപ്പോൾ ഞങ്ങൾ വിളിക്കുകയാണ്, സിറാജിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. സിറാജ് എവിടെയുള്ളത്? സാർ ഞാനിവിടെ ഉണ്ട് സാർ, കുഞ്ഞിപ്പെണ്ണിൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നു. ഒരു കാര്യം ചോദിക്കണം, കുഞ്ഞിപ്പെണ്ണിനോടൊരു കാര്യം ചോദിക്കണം, ഞാൻ ഇത് ലൗഡിലിടാം, കുഞ്ഞിപ്പെണ്ണ് സംസാരിക്കട്ടെ. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പെണ്ണോട് ചോദിക്കുകയാണ്, ഈ സതീഷ് 2003 കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ 2013 10 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിലൊരു ഉത്സവത്തിന് വന്നിട്ട് രാത്രി അവിടെ കിടന്നുറങ്ങിയെന്ന് പറയുന്നു, ശരിയാണോ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. സാർ കള്ളമാണ് സാർ, ഇവർ പറയുന്നു, കള്ളമാണ് സാർ, അങ്ങനെ വന്നിട്ടില്ല, അവർ വരികയില്ല, ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവർക്കറിയില്ല. ഇതാണ് അവരുടെ മറുപടി. കാരണം അവിടെ നമ്മുടെ ആൾക്കാർ നിൽക്കുകയല്ലേ. ഇത് കേട്ടോടുകൂടി അവനൊരിക്കലും ആ സംഭവം പ്രതീക്ഷിച്ചില്ല. സതീഷേ കേട്ടില്ലേ, ആരുടെ സൗണ്ടാ? നിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ സൗണ്ടാണ്. ഇനി നിൻ്റെ അവരുടെ ഹസ്ബൻഡിൻ്റെ കേൾക്കണം. അപ്പം വേണ്ടെന്ന് പറഞ്ഞു. ആളെയും കൂടി നമ്മൾ പറയിപ്പിച്ചു. അത് കേട്ട് അപ്പുറത്ത് വിശ്വംഭരനും രാധാകൃഷ്ണനും സംസാരിക്കുന്നു, അതും വിളിച്ചു. ഇതെല്ലാം കൂടി ആയപ്പോൾ ഇവൻ വേറൊരു തലത്തിലേക്ക് ഇവൻ്റെ അവസ്ഥ വന്നു. പിന്നെ സംസാരമില്ല. പിന്നെ ആ റൂമിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുക, ഒന്നും സംസാരമില്ല. വെള്ളം വേണമെന്ന് പറഞ്ഞു, നമ്മൾ വെള്ളം കൊടുത്തു. അങ്ങനെ ഇരുത്തി. ഞാൻ അവനോട് പറഞ്ഞു, സതീഷേ, കുറേ ദിവസമായി നിന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നു, ചോദ്യം ചെയ്യുന്നു, നിൻ്റെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്.
ഞങ്ങൾ പറയണോ നീ പറയണോ, എന്തായാലും നിന്നെ ഇന്ന് അറസ്റ്റ് ചെയ്യണം, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അവൻ പറയും സാർ അയ്യപ്പനോട് ചോദിക്കുന്നു. അയ്യപ്പനോട് ചോദിക്കാം, അയ്യപ്പനൊരു ദിവസം ഞങ്ങൾ ഇതുവരെ കൊണ്ടുവരും, അപ്പോൾ നമുക്ക് അയ്യപ്പനോട് ചോദിക്കാം. ഇപ്പം നീ ഇത് പറയാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞാൽ കേട്ടില്ലേ, നീ എന്തിനാ കളത്തിലൊക്കെ പറഞ്ഞു. പിന്നെ അവനൊന്നും പറയാനില്ല. പിന്നെ അവനെ എന്നോട് പറയുകയാണ്, ഞാൻ സാറിനോട് മാത്രം ഒരു കാര്യം പറയാമെന്ന് പറയാം. ഇപ്പോൾ ജോഷിയും പിന്നെ അശോകനും 2 SIമാരുണ്ട്, അവരോട് റൂമിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകും, ആ ഒരു സമയം പിന്നെ കളയാൻ പാടില്ല. അവരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞ് ഞാൻ ഇതൊക്കെ അടച്ചു. അവിടെ നിന്ന് കുപ്പിയിലെ വെള്ളമൊക്കെ എടുത്തിട്ട് കുടിച്ചിട്ട് പിന്നെ അവനെ കഥ അങ്ങ് പറയുക, റോസ്ലി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളവൻ പറയുന്നു. എന്നിട്ട് അവൻ അയ്യപ്പനെ കൊന്നവൻ പറഞ്ഞില്ല, സാറ് ഞാൻ സാറിനോടെല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാനും അയ്യപ്പനും കൂടി ഈ ദിവസം ഞങ്ങൾ ഉത്സവത്തിനൊന്നും പോയില്ല സാർ, ഞങ്ങൾ കാട്ടിലുണ്ടായിരുന്നു. തലേ ദിവസം ഞങ്ങൾ ശർക്കര ചുമന്ന് അവിടെ മുകളിൽ പോയിരുന്നു. അന്ന് അവിടെ ചാരായം മാറ്റുന്നുണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് ചാരായമൊക്കെ ഞങ്ങൾ എടുത്ത് കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് റോസ്ലി ഇവിടെ നിന്നിട്ട് പശുവിനെ പുല്ല് തെറ്റിക്കുന്നത്. ഇവരൊന്നിച്ചാണ് ഈ മുകളിലോട്ട് ഈ ചാക്കൊക്കെ ചുമന്നു കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ റോസ്ലിയോട് ഇവർ എന്തെങ്കിലുമൊക്കെ പറയും, ഈ ലൈംഗിക ചൊവ്വയുള്ള എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ പോട ചെക്കാന്ന് മാത്രമേ പറയുള്ളൂ. ഇവർ രണ്ടുപേരും അത്ര വലിയ കുഴപ്പക്കാരല്ല, പോടയേക്കാന്ന് പറയും, അല്ലാതെ ഇവർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവനൊരു അങ്ങനെ ഒരു താല്പര്യം, ഈ സതീഷ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, മറ്റവരും കല്യാണം കഴിച്ചിട്ടില്ല, ഒരു താല്പര്യം ഈ റോസ്ലിയോടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവരൊന്നിച്ച് പോകും, ഒന്നിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും റോസ്ലിയോടൊരു ലൈംഗികമായൊരു താല്പര്യം ഈ സതീഷിനുണ്ടായിരുന്നു. സതീഷിനാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അന്ന് നല്ല ചാരായം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ റോസ്ലി ഇവിടെ ഒറ്റയ്ക്ക് ഈ പശുവിനെ പുല്ല് ഒരു അറ്റത്ത് കയറി കെട്ടിപ്പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് നിൽക്കുന്നത് കണ്ട് ഇവർ റോസിൻ്റെ അടുത്തേക്ക് വരികയാണ്. റോസിൻ്റെ അടുത്ത് വന്നു, ഇവർ നടന്ന് വന്നിട്ട് റോസിൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ ഡിമാൻഡ് ചെയ്യുകയാണ് റോസ്ലിയോട്. ഒരു ബാക്കിൽ നിന്ന് റോസിയെ കടന്നു പിടിക്കുന്നു. കടന്ന് പിടിക്കുമ്പോഴാണ് റോസ്ലി കരയുന്നത്, രക്ഷിക്കണേ ഇവിടെ ആരുമില്ലേ. ഈ കരച്ചിൽ ഇവൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഈ കരച്ചിൽ കേട്ടപ്പോൾ അപ്പുറത്തെ ആൾക്കാർ കേൾക്കുമല്ലോ, ഇവനാ മുണ്ട് പെട്ടെന്ന് ഇവരുടെ ഇങ്ങനെ മേത്ത് ഒരു തോർത്ത് വൈറ്റ് തോർത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, കൂട്ടിപ്പിടിച്ചിട്ട് ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങ് തളർന്നു. ഇപ്പം എന്ത് ചെയ്തു, ഈ കയറ് എടുത്തിട്ട് ചുറ്റി. അപ്പം തോന്നിയ ബുദ്ധിയാണ്, കയർ ചുറ്റിയിട്ട് ഇവർ തളർന്ന് വീണു. ഒരു 2 മിനിറ്റ് കൊണ്ട് പോയി. ഇവർക്ക് വേറെ അവരെ ആക്രമിക്കാനോ പരിപാടിയും നടന്നില്ല. ഇവർ കരച്ചിൽ കേട്ടപ്പോൾ അവർ പേടിച്ചു പോയി. പിന്നെ അവരെന്ത് ചെയ്യുന്നറിയാമോ, ഇത് ചുറ്റിയിട്ട് ഈ ഒരു വടി എടുത്തിട്ട് പശുവിൻ്റെ ബാക്കിലടിച്ചു. അപ്പോൾ ഇത് മലയുടെ മുകളിലാണ്, പശു താഴത്തോട്ടങ്ങ് ഓടിയപ്പോൾ ഇവരെങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു മരത്തിൽ ഇങ്ങനെ തലയിടിച്ച് നിൽക്കുക. ഒരു ചെറിയ കുറ്റിക്കാട്, അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിലിങ്ങനെ നിൽക്കുന്നു, പശു താഴത്ത് പോകുന്നു, ഇവരുടെ അടിയുടെ. അപ്പോൾ ആര് നോക്കിയാലും പശു വലിച്ചു കൊണ്ടുപോയി കൊന്നൊരു സാഹചര്യം അവിടെ. അങ്ങനെയാണ് അവിടെ ആ സംഭവം ഉണ്ടായി. ഒരു ബലാത്സംഗ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു മർഡറാണ് ആ റോസ്ലി മർഡർ. അന്ന് അവർ ഞങ്ങളോട് ഇത് അഡ്മിറ്റ് ചെയ്തു. ഇനി അവിടെ ആ കേസ് കഴിയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ വരെ ഒരുപാട് തവണ വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ വിളിപ്പിക്കും, അവരെ ചോദ്യം ചെയ്യും, അവരുടെ മൊഴിയെടുക്കും, പോകുന്നു. അങ്ങനെ ഒരു തവണ ഈ അയ്യപ്പനെ മൊഴിയെടുത്ത് കഴിഞ്ഞിട്ട് പോരുന്ന വഴി ഈ സതീഷിനോട് അയ്യപ്പൻ പറഞ്ഞു, ഇനി അത് 2007 ആ ഒരു കാലഘട്ടത്തിൽ 2007 ഇനി എന്നെ പോലീസ് വിളിച്ചാൽ ഞാൻ എല്ലാം പറയുമെന്ന് പറഞ്ഞു. അയ്യപ്പൻ പറഞ്ഞു ഞാനെല്ലാം പറയും. അന്ന് തൊട്ട് ഇവന് പേടിയായിരുന്നു. ഇത് പുറത്തറിഞ്ഞാൽ താൻ ചെയ്ത കൊലപാതകം പുറത്ത് അറിയുമല്ലോ, പുറത്ത് പറയും. പിന്നെ ഇവൻ്റെ ആലോചന ഇവനെ ഒഴിവാക്കാമെന്നുള്ള. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും 2 വഴിയല്ലേ. ഒരാൾ പിന്നെ
വരന്തരപ്പള്ളി, ഒരാൾ അതിരപ്പള്ളി. രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് ഇവർ മാറി. കാരണം ഇവർ തമ്മിൽ മാനസികമായിട്ടാകുന്നു. പോലീസ് വിളിക്കുമ്പോൾ വന്നു അവൻ്റെ ഒരു കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞു, ഇവനും എന്തോ പറയുമെന്നൊക്കെ പറയുന്നു സതീഷ് എന്ന് പറഞ്ഞു, അയ്യപ്പൻ. അത് അന്വേഷിച്ച് ഇവൻ പോയതാണ്. ഇവൻ പോകുന്നത് അവിടെ ഫ്യൂറിഡാനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. വിഷം വാങ്ങിച്ച കടയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഫ്യൂറിഡാൻ വാങ്ങിച്ചിട്ടാണ് ഇവൻ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു കുപ്പിയും വാങ്ങിച്ചിട്ട് ഈ പിള്ളപ്പാറ ഈ പുഴയുടെ അവിടെ പോയിട്ട് അപ്പോൾ സതീഷിനെ അയ്യപ്പനെ കണ്ടുപിടിക്കുന്നു. അത് 2008 ഈ സംഭവമൊക്കെ നടക്കുന്നത്. വർഷം ഈ റോസ്ലി മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച ആ ഒരു ഇടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവിടെ പോകുന്നു. അവിടെ ഒരു നായർ ശിവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വീടുണ്ട് ഈ പുഴയുടെ തീരത്താണ്. അപ്പോൾ നായർ ശിവൻ ഇവൻ്റെ ബന്ധുവാണ്, സതീഷിൻ്റെ ബന്ധുവാണ്. അവിടെ ഇവർ രവിയുടെ വീട്ടിലാണ് ഈ പറഞ്ഞ അയ്യപ്പൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ നായർ ശിവനോട് സതീശൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവനെ പോലീസ് ചോദിക്കുമ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടി ഞാനാ ചെയ്തതെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞു. ഇവർ വെള്ളാടി കമ്പനിയല്ലേ, അപ്പോൾ അവനും പറഞ്ഞു നമുക്ക് അവനൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ മരിച്ചു കിടന്ന സ്ഥലത്ത് ഇവരവിടെ ഈ കുപ്പിയും പരിപാടിയൊക്കെ ഇട്ട് ഈ അയ്യപ്പനെ അങ്ങോട്ട് എത്തിക്കുകയാണ്. അയ്യപ്പനവിടെ എത്തിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, സിമ്പിൾ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അവിടെ നാട്ടിൽ ജോലി ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഈ സിമ്പിൾ ചന്ദ്രൻ. അപ്പോൾ സിമ്പിൾ ചന്ദ്രനും കൂടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് ഈ സംഭവം വീണ്ടും എടുത്തിട്ടു. നീ ആരോടും പറയരുത്, അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകും, വീട്ടുകാർക്ക് നാണക്കേടാണ്, നീ ഇത് പറയരുത്. അവൻ പറഞ്ഞു, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നു. അങ്ങനെ ഈ മദ്യക്കുപ്പിയിൽ ഫ്യൂറിഡാനിട്ട് ബലമായിട്ട് ഈ മറ്റേ നായർ ശിവനും ഈ കൊങ്ങിണി സതീശും കൂടി അയ്യപ്പൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, ഈ സാധനം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സിമ്പിൾ ചന്ദ്രൻ ഇത് വേണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അവൻ അടി കൊടുത്തു. അവനവിടുന്ന് പോയിട്ട് അവനൊരു സ്ഥലത്ത് നിന്ന് മരത്തിൻ്റെ മറയിലിരുന്ന് ഇവനിതെല്ലാം കാണിയേ, ഇവർ തമ്മിലുള്ള വഴക്കും സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് കാണിയേ. പക്ഷേ ഇവൻ പേടിച്ചിട്ട് വരുമ്പോൾ ഇവന് ഈ നായർ ശിവന് വേറെ കുറേ കേസൊക്കെ ഉള്ള, അതുകൊണ്ട് അവനാരോടും പറഞ്ഞില്ല ഈ സംഭവം. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് ഇവിടെ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടെന്ന് ആരോ പറഞ്ഞിട്ട് അവിടെ ബോഡി കണ്ടെത്തുന്നത്, ഈ നമ്മുടെ അയ്യപ്പൻ്റെ ബോഡി കണ്ടെത്തുന്നത്. പക്ഷെ അന്ന് പോലീസ് അവിടെ ചെല്ലുമ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഫ്യൂറിഡാൻ ഇരിപ്പുണ്ട്. നമ്മൾ ഫ്യൂറിഡാൻ കഴിക്കുകയാണെങ്കിലുള്ള അവസ്ഥ എങ്ങനെ ഇരിക്കും? ബാക്കി ബാലൻസ് പൊതിഞ്ഞ് ഭദ്രമാക്കി വെക്കുമോ? ഇല്ല. ഇത് കൃത്യമായിട്ട് അത് ആ മഹസൽ തന്നെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പൊതിഞ്ഞ ഒരു മരത്തിൻ്റെ പിന്നെ വേരിൻ്റെ അവിടെ ഈ സാധനം വെച്ചിരിക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 6-7 മീറ്റർ മാറിയാണ് ഇയാൾ കിടക്കുന്നത്. പക്ഷേ ഇയാളുടെ ബോഡി ഒരു മൃഗവും ആക്രമിച്ചിട്ടില്ല. ഈ ഒരു സംഭവമുണ്ട്, ഈ വിഷം കഴിച്ച ഒരു ബോഡിയിൽ മൃഗങ്ങൾ പിന്നെ അറ്റാക്ക് ചെയ്യില്ല. അതുകൊണ്ട് മൃഗങ്ങളൊന്നും അറ്റാക്ക് ചെയ്യില്ല. അവിടെ മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്, അവിടെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇവൻ്റെ ബ്ലഡ് അവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇവൻ്റെ താടി കൊണ്ടുപോയി ഈ മരത്തിലിടിച്ചിട്ട് ബ്ലഡ് അവിടെ ഈ വേരിലുണ്ടായിരുന്നു സ്ഥലത്ത്. അത് മനുഷ്യൻ്റെ ബ്ലഡാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീടത് കഴിഞ്ഞിട്ട് ഇവരെടുത്തത് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അയ്യപ്പൻ്റെ ഈ സംഭവം ഞങ്ങൾ അതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു നിർണായകമായൊരു സംഭവം പറഞ്ഞു. ഒരാൾ വിഷം കഴിച്ചാൽ, ഈ ഫ്യൂറിഡാൻ പോലുള്ള സാധനം കഴിച്ചാൽ അത് തരിയല്ലേ, അത് വെള്ളത്തിലൊഴിച്ച് അല്ലെങ്കിൽ മദ്യത്തിലൊഴിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ജലാംശം മാത്രമേ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ, ഒരിക്കലും തരി ഉള്ളിലേക്ക് ചെല്ലില്ല. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഉള്ളിൽ ഈ ഭാഗത്ത് മുഴുവനും ഈ ഫ്യൂറിഡാൻ അതേ രൂപത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തരിയായിട്ട് നിൽക്കുകയാണ്. അത് ബലം പ്രയോഗിച്ച് ഒഴിച്ചു കൊടുത്താലേ അത് എവിടെ എത്തുള്ളൂ. ഡോക്ടറുടെ ആ ഒരു കണ്ടെത്തലും ബലം പ്രയോഗിച്ച് ഇത് ഒഴിച്ചു കൊടുത്താലേ ഇത് കഴിയുള്ളൂ. പക്ഷേ ഈ സംഭവം നമ്മൾ ആദ്യം ഡിറ്റക്റ്റ് ചെയ്തല്ലോ, റോസ്ലി കേസ് ഡിറ്റക്റ്റ് ചെയ്തല്ലോ, ഇവൻ കൺഫസ് ചെയ്തല്ലോ, ഇവൻ ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഇവനെ നമ്മൾ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമാൻഡ് ചെയ്ത് 90 ദിവസം ജയിലിൽ കിടന്നു.
ഈ 90 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ഇവന് പുറത്തിറങ്ങി. സ്വാഭാവിക ജാമ്യം കിട്ടിയത് അന്ന്. ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോൾ ഇവൻ്റെ മൊബൈൽ ഫോണ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം മൊബൈൽ ഫോൺ തരാമെന്നും പറഞ്ഞ് ഇവനെ നമ്മൾ എറണാകുളം ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഈ സിമ്പിൾ ചന്ദ്രനെ കണ്ടതും എല്ലാം പഠിച്ചു. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം സിമ്പിൾ ചന്ദ്രൻ നമുക്ക് മൊഴി തന്നു. അത് നമ്മളൊരു 164 ആയിട്ട് എടുത്തു. അത് മജിസ്ട്രേറ്റിനെ കൊണ്ടത് എടുപ്പിച്ചു. ഇവൻ പുറത്ത് വരുന്നു. ഇവനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇവനെല്ലാം അഡ്മിറ്റ് ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഈ കേസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അവനെ അറസ്റ്റ് ചെയ്യും. അവനെ അറസ്റ്റ് ചെയ്തു. നായർ ശിവനെയും അറസ്റ്റ് ചെയ്യുന്നു. മറ്റേയാളെ നമ്മൾ സാക്ഷിയാക്കി. ആരെ? സിമ്പിൾ ചന്ദ്രനെ. നമ്മൾ ഈ വേറെ ആരുമില്ലല്ലോ, ഇത് കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവമല്ലേ. സിമ്പിൾ ചന്ദ്രനെ നമ്മൾ സാക്ഷിയാക്കി. പിന്നെ ഇവനെ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഈ ഫ്യൂൽ ഡാം വാങ്ങിച്ച സ്ഥലം എന്നൊക്കെ ഇവൻ കൺഫസ് ചെയ്തു. ആ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അത് ഈ ചാലക്കുടിയിലൊരു സ്ഥലത്താണ് ഫ്യൂൽ ഡാം വാങ്ങിച്ചത്. അപ്പോൾ അയാൾ ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ വന്ന് ഫ്യൂൽ ഡാം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ ആ കേസും ഡിറ്റക്റ്റ് ചെയ്യുകയാണ്. ഒരു 174 CRPC ഉള്ള ആ ഒരു കേസും. അതും 2 കേസ്. ഒരെണ്ണം 2013 ജനുവരി 31-നും മറ്റത് അതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് മറ്റേ കേസും ഡിറ്റക്റ്റ് ചെയ്യാണ്. അപ്പം അതിലൊരു കാലത്തിൻ്റെ ഒരു നീതി, കാവ്യ നീതി എന്നൊക്കെ പറയുന്നത്, ഇത് ട്രയൽ നടക്കേണ്ടി വന്നില്ല. ഇവൻ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. ആര്? ഈ സതീഷ്. മറ്റേ ആൾ കൂടെ ഉണ്ടായിരുന്ന ആൾ. അയാൾ പിന്നെ ജയിലിലായിരുന്നു. അയാൾക്ക് കുറേ കേസുകളുണ്ട്. ഈ പറഞ്ഞ നായർ ശിവന് വേറെ കുറേ കേസുകളുണ്ട്. പക്ഷേ ഇയാൾ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ഇതിലെ 1-ാം പ്രതി, ഇതിലെയും പ്രതി, റോസ്ലിയിലെ 1-ാം പ്രതി ജയിലിൽ വെച്ചിട്ട് മരണപ്പെട്ടു. അതാണ് ആ ഒരു റോസ്ലി കേസ്. 10 വർഷം കഴിഞ്ഞത് ഒന്നും ആവില്ല എന്ന് കരുതിയ ഒരു കേസും. അതും ഒരു നിയോഗമായിട്ട് ഞാനിങ്ങനെ ഓർക്കുകയാണ്. എപ്പോഴും ഓർക്കുന്ന ഒരു കേസാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു കേസാണ്. അത് പോലീസിൽ ഒരുപാട് സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഈ സർവീസിൻ്റെ ഒരു ശരിക്കും ഒരു പുണ്യമായിട്ട് തന്നെ കരുതുന്നു. അല്ലെങ്കിൽ ഇത് റോസ്ലിയും ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അതാണ് റോസ്ലി കേസിൻ്റെ ഒരു ഓർമ്മകൾ എപ്പോഴും ഓർക്കുന്നത് ശരിക്കും അത്.